മാരിമുത്തു തൻ്റെ ജീവിതകഥ പകുതി ഇന്നലെ പറഞ്ഞു നിർത്തി. തിരക്കായതുകൊണ്ട് പുള്ളി ഇന്നലെ ആ കഥയുടെ മുഴുവൻ മുഴുപ്പിച്ചില്ല. ഇന്ന് കാണാമെന്ന് പറഞ്ഞപ്പോഴും ഇന്ന് രാവിലെ ശക്തമായ മഴയായതിനാൽ മാവേലിക്കരയിലൊന്നും ഞാൻ ഇറങ്ങിയില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, വൈകുന്നേരം എന്തായാലും മാരിമുത്തുവിനെ ഒന്ന് കാണണം. കഥയുടെ ബാക്കി ഭാഗം എന്താണെന്നറിയാലോ. അത് കഥ മാത്രമല്ലല്ലോ, ഒരു ജീവിതകഥ കൂടിയാണ്. അതിൻ്റെ ആകാംക്ഷ എനിക്കുമുണ്ടായി. വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഞാൻ മാവേലിക്കരയിൽ ഇറങ്ങി. മാവേലിക്കര സിഗ്നൽ ജംഗ്ഷനിൽ വണ്ടി സിഗ്നലിൽ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഞാൻ പതുക്കെ ചാടി ഇറങ്ങി. നോക്കിയപ്പോൾ അവിടെ ഹോട്ടലുണ്ട്. സാധാരണഗതിയിൽ മാരിമുത്തു രാവിലെയാണ് ഈ മാവേലിക്കര ജംഗ്ഷനിലെ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ വരുന്നത്. വൈകുന്നേരങ്ങളിൽ മാരിമുത്തു ചായ കുടിക്കാൻ പോകുന്നത് അപ്പുറത്തുള്ള വെങ്കടേഷ് ഹോട്ടലിലാണ്. അത് കാലങ്ങളായി എനിക്കറിയാം. അപ്പോൾ എന്തായാലും സിഗ്നൽ ജംഗ്ഷനിൽ ഇറങ്ങി ഞാൻ കാത്തു നിന്നു വാഹനങ്ങൾ പോകുവാനായി. സിഗ്നൽ ജംഗ്ഷനിൽ വാഹനങ്ങൾ കടന്നു പോകുന്നു, ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ കടന്നു പോകുന്നു. അത് കഴിഞ്ഞ് പതുക്കെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള വെങ്കടേഷ് ഹോട്ടലിലേക്ക് തന്നെ പോകാം. ഞാൻ പതുക്കെ നീങ്ങി വെങ്കടേഷ് ഹോട്ടലിനെ ലക്ഷ്യമാക്കി. ഭാഗ്യമെന്ന് പറയട്ടെ, മാരിമുത്തു അവിടെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ കണ്ടതും നമസ്തേ എന്ന് പറയുകയും ഞാൻ അടുത്ത് പോയിരിക്കുകയും ചെയ്തു. ഞാൻ വേറൊന്നും ചോദിച്ചില്ല. എന്തായി ഇന്നലെ പറഞ്ഞ കഥയുടെ ബാക്കി കാര്യം എന്ന് ചോദിച്ചു. മാരിമുത്തു കുടിക്കുന്ന ചായ ഗ്ലാസ് പതുക്കെ താഴെ വെച്ചുകൊണ്ട് പറഞ്ഞു, പറയാം. എന്നിട്ട് മാരിമുത്തു തുടർന്നു. അതായത് നമ്മൾ പറഞ്ഞു നിർത്തിയത് ആ കഥയിലെ പഴയ കാര്യങ്ങളിൽ അമ്പലത്തിലെ കാര്യങ്ങളും മറ്റുമായിരുന്നല്ലോ. അന്നദാനത്തിൻ്റെ ചാർജ് എനിക്കായിരുന്നു എന്നൊക്കെയായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കെ അന്നദാനമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു മദ്യപിച്ച ഒരാൾ, ആരോഗ്യ ദൃഢഗാത്രൻ എന്ന് പറയാം, ഒരാൾ വന്ന് അന്നദാനത്തിൽ ആയിട്ടൊക്കെ നിന്നു. അന്നദാനത്തിന് ആര് വന്നാലും കൊടുക്കണമല്ലോ. അദ്ദേഹത്തിന് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന പോലെ പ്ലേറ്റിൽ ഭക്ഷണം കൊടുക്കുകയും അദ്ദേഹം അത് പോയി കഴിക്കുകയും രണ്ടാമത് ഭക്ഷണം വേണ്ടവർ വീണ്ടും ആ പ്ലേറ്റുമായി വരികയൊക്കെ ചെയ്യുമായിരുന്നു. ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഈ ഇദ്ദേഹം, ഞാൻ ആഹാരം കൊടുത്ത അദ്ദേഹം പ്ലേറ്റുമായി രണ്ടാമത് വരികയും ഞാൻ ആ ഭക്ഷണം വേണമെന്ന് ചോദിച്ചു വേണ്ട എന്ന് പറയുകയും ആ പ്ലേറ്റ് ഇവിടെ ആളുകൾ ഭക്ഷണം കഴിച്ച ശേഷം സ്വയം പ്ലേറ്റ് കഴുകി ഒരു പാത്രത്തിലിടുകയാണ് പതിവ്. ഈ മദ്യപിച്ചയാൾ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടവും എല്ലാം ഉള്ള ആ പ്ലേറ്റ് ഈ കഴുകി വെച്ച പ്ലേറ്റിൻ്റെ കൂടെ കൊണ്ടിടുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായൊരു വിഷമവും ദേഷ്യവുമെന്ന് ഞാൻ പറഞ്ഞു, ആ പ്ലേറ്റ് എടുക്ക്, ഇത് കഴുകി വെച്ച പ്ലേറ്റ് കണ്ടുകൂടെ? ആ പ്ലേറ്റ് എടുത്ത് കഴുകി വീണ്ടും കഴുകി വയ്ക്കൂ. അത് മാത്രമല്ല